ആവേശനിർഭരമായ ശ്രീഘോഷഫലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കോവളം നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ആവേശകരമായി വരവേൽപ്പ് ഒരധോലോക മാഫിയ ഭരണമായി മാറിയിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് അറുതി വരുത്തണമെന്നുള്ള അചഞ്ചലമായ ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഈ 10 വർഷം ഇന്ത്യയുടെ രാസലഹരി മരുന്നിന്റെ തലസ്ഥാനമായി പഞ്ചാബായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. പഞ്ചാബ് സംസ്ഥാനമായിരുന്നുവെങ്കിൽ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിലൂടെ ഇന്ത്യയുടെ രാസലഹരി മരുന്നിന്റെ വിപണനവും വ്യാപനവും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി ഈ കേരളം മാറി. ക്രമസമാധാന പരിപാലന മേഖല പൂർണ്ണമായും തകർന്നു. വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും വ്യാവസായിക രംഗവും സാമൂഹിക രംഗവും എന്ന് വേണ്ട തൊഴിൽ രംഗം ഉൾപ്പെടെ സർവ മേഖലയും തകർത്തതിന്റെ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ കോവളം നിയോജക മണ്ഡലത്തിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നടത്താൻ കഴിയാവുന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമ്മേളനം ഈ പുതുയുഗ യാത്രയുടെ സ്വീകരണത്തിന് സംഘടിപ്പിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കണ്ണ് നിറയുന്ന നന്ദിയോടുകൂടി നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് വന്ന് ഹൃദയം ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുതുയുഗ യാത്രയുമായി കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ പുതുയുഗ നായകൻ ശ്രീ വി.ഡി. സതീശന് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഹൃദയവികാരങ്ങൾ നെഞ്ചിലേക്കിയുള്ള ഒരു യാത്രയാണ് പുതുയുഗ യാത്ര. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം ഈ 10 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിച്ചു ഒരു പുതുയുഗത്തിന്റെ പിറവി ഉണ്ടാകണം എന്നാണ്. രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഘടനയിൽ അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിന്റെ നട്ടല് തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, അധികാരത്തോട് സലാം പറയും, ഒരു സംശയവും വേണ്ട. പക്ഷേ പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. അറിയാമോ, കഴിഞ്ഞ 12 മാസക്കാലമായി ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ബീഹാറോ ഉത്തർപ്രദേശോ മധ്യപ്രദേശോ അല്ല, 1ാമത്തെ സംസ്ഥാനം. നിങ്ങൾ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ടോ? മരുന്നിന് പുറത്തേക്ക് എഴുതി തരും. കാരണം മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക്
മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. പിന്നെ മരുന്ന് കിട്ടുമോ? ഇപ്പോഴത്തെ സ്ഥിതി 10 കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡ് 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. എങ്ങനെയുണ്ട്? നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. നമുക്ക് കേരളത്തിനോടുള്ള UDFന്റെ വാക്ക്, എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കും. കേട്ടില്ലേ? മുദ്രാവാക്യം കേട്ട് കടയിൽ ഒളുക്കി മന്ത്രിയുടെ. എന്തൊരു അഭിനയമായിരുന്നു! എന്നിട്ട് കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്തു, ഇല്ലേ? ആരും വർഗീയത പറയണ്ട, അതാണ് നമ്മുടെ നിലപാട്. ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട, ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കോലകൊമ്പം പറഞ്ഞാലും എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും കോംപ്രമൈസ് ചെയ്യും, നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. വർഗീയത പറയുന്നവരോട് കോംപ്രമൈസ് ചെയ്യില്ല. ചിലർ വന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്കുണ്ട്, പേടിപ്പിക്കാൻ വരും. ഏതോ വോട്ട് ബാങ്കില്ലെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയാൻ നിൽക്കുന്നത്. അപ്പൊ കോടതി പിടിച്ചു. ഞാൻ കരുതുന്നത് അയ്യപ്പൻ തന്നെ ഇടപെടുന്നതാണ്. ഇല്ലെങ്കിൽ അയ്യപ്പനാളിയ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി ഇവന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അത്രയും വലിയ കള്ളന്മാർ. ഞാൻ വിമാനമുണ്ട് കോവളത്ത് വന്ന് സംസാരിക്കാൻ. ജനകീയനായ നിങ്ങളുടെ MLA വെറും ജനകീയത മാത്രമല്ല, അസംബ്ലിയിലെ മികച്ച പാർലമെന്റേറിയനാണ്. മികച്ച പാർലമെന്റ്, ഞാനാണ് പറയുന്നത്, മികച്ച പാർലമെന്റേറിയൻ. ഒരു കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ കൊടുത്താൽ അത് ഭംഗിയായി പഠിച്ച് വൃത്തിയായി ഗൃഹപാഠം ചെയ്തു വന്ന് നല്ല ഇടപെടലുകൾ നടത്തി അതിമനോഹരമായി അവതരിപ്പിക്കും. ഞാൻ വിൻസെന്റിനെ അഭിമാനത്തോടു കൂടി പറയുന്നു, സീനിയർ അംഗമാണ്. ഞാൻ 25 വർഷം പൂർത്തിയാക്കുന്ന MLA ആണ്. ഞാൻ വിൻസെന്റിനെ സീറ്റിൽ ചെന്ന് പല പ്രാവശ്യം അഭിനന്ദിച്ചു. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിന്റെ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ വലിയ ജനസാഗരം ഒരുക്കി നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണം നന്ദി പറയാൻ വാക്കുകളില്ല.